കേരളത്തിൽ നിന്ന് ഒരു 21 അംഗ വനിതാ പോലീസ് സംഘം ദുബൈയിലെത്തിയിരിക്കുകയാണ്. എന്താണ് കേരള പോലീസിന് ദുബൈ നഗരത്തിൽ കാര്യം? പോലീസ് കാര്യത്തിന് വന്നതല്ല, ഞങ്ങളൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ പാക്കേജിൽ വന്നവരാണ്. രണ്ടാമത്തെ വിദേശയാത്രയാണ്. ആദ്യം ഞങ്ങളൊരു ഏഷ്യൻ രാജ്യമായ തായ്ലൻഡ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗൾഫ് കൺട്രി ആയിട്ട് ഒരു അറേബ്യൻ രാജ്യത്തേക്ക് വന്നതാണ്. ദുബായ് അടിപൊളിയല്ലേ, ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ഇങ്ങനെ ഒരു വിദേശ രാജ്യത്ത് വരണം, അത് കൂട്ടുകാരോടൊപ്പം വരുന്ന പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ആണ്. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് കൂട്ടുകാരടുത്ത് സന്തോഷകരമായിട്ട് ഇത്ര 2-3 ദിവസം കഴിഞ്ഞു. പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ ഞങ്ങൾ. അത് തന്നെയാണ് തീരുമാനം. ഇതൊരു വല്ലാത്ത അനുഭവമാണ് ഈ ദുബായ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്കൊരു ടെൻഷൻ ഫ്രീ ആവുകയും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നമ്മളുടെ നാട്ടിലെ വെച്ച് അപേക്ഷിച്ച് വളരെയധികം എൻജോയ്മെൻറ്റ് തരുന്ന ഓരോ സ്ഥലങ്ങളാണ്. സ്പാരോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്ന പക്ഷികളെ കാണുമല്ലോ. അതുപോലെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളുണ്ട്. ഇപ്പം നമ്മുടെ കുടുംബം, കുട്ടികൾ, ഫാമിലി, നാട് ഒക്കെ വെച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ സ്പാരോസാണ്. ഇവിടെ ഞങ്ങൾ പോലീസുകാരല്ല. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ചെറിയ കുട്ടികളായിട്ട് വരെ ഞങ്ങൾ പെരുമാറും ഇവിടെ എല്ലാവരോടും. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ പറന്ന് നടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ സ്പാരോസ്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ജില്ലയിൽ ആദ്യം ഞങ്ങൾ ഒരു ബാച്ച് മീറ്റ് നടത്തും. ആ സമയത്ത് ഡിസൈഡ് ചെയ്യും അടുത്ത ജില്ലയിൽ ആരാ നടത്തുന്നത് ഡിസൈഡ് ചെയ്യും. അടുത്ത വർഷം അതേപോലെ സെപ്റ്റംബർ 17 ഞങ്ങൾ ജോയിൻ ചെയ്ത ദിവസം വെച്ചിട്ട് ഞങ്ങളൊരു ബാച്ച് മീറ്റ് നടത്തും. അതിന് മാക്സിമം ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്രേമലത എന്ന് ഞങ്ങളുടെ ബാച്ചിൽ. പ്രേമലത മാഡം നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു ഇങ്ങനൊരു ദുബായ് പ്ലാനിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ അവരുടെ എല്ലാ എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു പാക്കേജ് റെഡിയാക്കി കൊടുത്തത്. ആക്ച്വലി ഈ ഒരു ടീം ഇപ്പം തന്നെ പുതിയ പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ അവരെ കൂടെ ഉണ്ടായിരിക്കും. ഏത് പ്ലാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള രീതി ഉറപ്പുണ്ട്. ദുബായ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. മനസ്സ് റിലാക്സായി. ഒരുപാട് ഡ്യൂട്ടി ഭാരത്തു നിന്നാണ് നമ്മളിവിടെ വന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴുള്ള ഡ്യൂട്ടി ഭാരം ഉണ്ടാവുക, നമ്മൾ അവിടെ എത്തി സഫർ ചെയ്യും. ഇവിടെ ഒന്നും കുഴപ്പമില്ല. റോഡ് നല്ല രസമാണ്. കാരണം ഒരു റഷില്ലാതെ നമ്മൾ നല്ല രീതിയിൽ പോകുന്നത്. മൊത്തത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ സൂപ്പറാണ്. നമ്മളെ കുറച്ച് ദിവസം കൂടെ നിൽക്കാനുള്ളൊരു നല്ലൊരു ആഗ്രഹം. പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പോകണം. ഇനിയും പറ്റുമെങ്കിൽ ഇനിയും ഒരു തവണ കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. നമ്മൾ കേട്ടറിഞ്ഞൊന്നും കുറേ വ്യത്യാസമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ. വളരെ നമ്മളെ നാട്ടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയൊന്നും ഇവിടെ കാണുന്നില്ല. എന്നാലും ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷനും ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ നിയമങ്ങളും ഇവിടെയൊക്കെ വളരെ നമ്മളെ നാടിനേക്കാളും വളരെ നീറ്റായിട്ട് പോയി.